ഒരു തുക സാധാരണ പലിശ നിരക്കിൽ 10 വർഷം കൊണ്ട് 2 മടങ്ങായി മാറി. അതേ പലിശ നിരക്കിൽ അതേ തുക 5 മടങ്ങായി വർദ്ധിക്കാൻ എത്ര സമയം വേണം? 24/8/24 നടന്ന അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. സാധാരണ പലിശയാണ്, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇവിടെ പറയണത് ഒരു നിശ്ചിത തുക ബാങ്കിലിട്ടു, നമുക്ക് പലിശ നിരക്ക് അറിയില്ല. 10 വർഷം കഴിയുമ്പോൾ അത് നമ്മൾ എത്ര ഇട്ടു അത് ഇരട്ടിയായി മാറി, 2 മടങ്ങായി. ഇനി എന്താ പറയുന്നത്, അതേ പലിശ നിരക്കിൽ അതേ തുക ഇടുകയാണെങ്കിൽ ഇപ്പോൾ 2 മടങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ 5 മടങ്ങാകാൻ എത്ര വർഷം വേണമെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ നിരക്ക് വർഷം മടങ്ങെന്ന് എഴുതി. ആദ്യം എത്ര വർഷം? 10 വർഷം 2 മടങ്ങ്. അപ്പം നമ്മൾ 10 വർഷം 2 മടങ്ങെന്ന് എഴുതി. ഈ മടങ്ങും വർഷവും അറിഞ്ഞ നിരക്ക് കാണാൻ, മടങ്ങും വർഷവും അറിഞ്ഞ നിരക്ക് കാണാനുള്ള സൂത്രവാക്യമാണ് R = 100/n. പക്ഷേ ഇത് 2 മടങ്ങാകുമ്പോഴേ ഈ സൂത്രവാക്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 2 മടങ്ങാകുമ്പോൾ നമ്മൾ 100 എഴുതും. ഇത് 3 മടങ്ങാണെങ്കിൽ ഈ 100ന് പകരം 200 എഴുതണം. 4 മടങ്ങാണെങ്കിൽ 300 എന്ന് എഴുതണം. 5 മടങ്ങാണെങ്കിൽ 400. അതായത് എത്ര മടങ്ങാണോ അതിനേക്കാൾ 1 കുറഞ്ഞ 100 ഇവിടെ എഴുതണം. അപ്പോൾ ഇവിടെ 2 മടങ്ങാണ്, അതുകൊണ്ട് 1 കുറഞ്ഞ 100 100. R = 100/n. വില കൊടുക്കുക. 100/n എത്രയാണ്? 10%. അപ്പോൾ നമുക്ക് പലിശ നിരക്ക് കിട്ടി. ഈ പലിശ നിരക്ക് സ്ഥിരമാണ്, കാരണം പറഞ്ഞിട്ടുണ്ട് അതേ പലിശ നിരക്കിൽ നിന്ന് പലിശ നിരക്ക് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വരി എടുക്കുമ്പോൾ അതിൽ നിരക്കറിയാം. എത്രയാണ് നിരക്ക്? 10%. ഇവിടെ എന്താ കാണേണ്ടത്? എന്നാണ് കാണേണ്ടത്. എന്ന് കാണാനുള്ള സൂത്രവാക്യം 400/r. ഇവിടെ 400 വരാൻ കാരണം 5 മടങ്ങാണ്. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, എത്ര മടങ്ങാണോ അതിനേക്കാൾ 1 കുറയുക. അപ്പോൾ n = ഇവിടെ 5 മടങ്ങാകൊണ്ട് 400/r. വില കൊടുക്കുക. 400/r ഇവിടെ കിട്ടി. സ്ഥിരമാണ്, കോൺസ്റ്റൻ്റ് ആണ്. 400/10. ഉത്തരം 40 വർഷം കഴിയുമ്പോഴാണ് എന്ത് നമ്മൾ ഇട്ട തുക എത്രയാവുക? 5 മടങ്ങാകുക.